ഒരു ക്യാമ്പില് ഇവിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. ഈ യോഗത്തിന് വന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരാൾ പറയാണ്, അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി, എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കണ്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചേ ഒന്നുമില്ല, എല്ലാവരും തന്നെയാണ്. അപ്പോ ഒരാള് വന്നിട്ട് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ ഇയാള് ചോദിച്ചു, ഏതാ ഭക്ഷണം കിട്ടാതെ എന്താ? അല്ല, ഇപ്പൊ കിട്ടി. അപ്പോ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത്, വേറൊരാള് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയാണ് പോയി. പുറത്ത് ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ സാധനം കിട്ടുന്നില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, ഏത് സാധനം കിട്ടാത്തത്? അതിന് മറുപടിയില്ല. അപ്പൊ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവമാണ്. അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ്. അവരെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല. അത്തരം ആളുകളെ മാറ്റി നിർത്തുക. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ. നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ കേരളമാകെ അതിന്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണ് ഇപ്പോ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്. അപ്പോ അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. മറ്റത് ചേർത്ത് നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയുള്ളൂ. അവരവരുടേതായ ഒരു മാനസിക സുഖത്തിന് വേണ്ടി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി. അല്ല, അവരെ പ്രത്യേകമായിട്ട് അറിയിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു, ആഭ്യന്തരമന്ത്രി വിളിച്ചു, അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ തരത്തിലും വിവരങ്ങൾ അവർക്ക് പോകുന്നുമുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു ശങ്കയില്ല. എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ സഹായ നടപടികൾ അവർ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതൊക്കെ ഇതിന്റെ സാധാരണ നടപടിക്രമല്ലേ ഇത്. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമാണ്.